അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സീദി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ കുറച്ച് നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലേ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികളിലെ ആദ്യത്തെ രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ്. 21-ാം രാവ്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുത്തുനബി പഠിപ്പിച്ചില്ലേ, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ ഇബാദത്ത് ചെയ്താൽ, നിസ്കരിച്ചാൽ, നല്ല കാര്യങ്ങൾ ചെയ്താൽ അവൻ അള്ളാഹു കൊടുക്കുന്നത് എന്താ? അവൻ്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും കരുണക്കടലായ റബ്ബുൽ ആലമീൻ പുറത്തു കൊടുക്കുമെന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. അള്ളാഹു നമുക്ക് പുറത്തു തരണമെങ്കിൽ എപ്പോഴും നമ്മൾ പറയണത് പോലെ നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കണം. നമ്മളോട് തെറ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ടാവില്ലേ, നമ്മുടെ കുടുംബത്തിലുണ്ടാവും, നാമുമായി ബന്ധപ്പെട്ടവരിലുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ നമ്മൾ അവർക്ക് പുറത്തു കൊടുത്താൽ അള്ളാഹു നമുക്ക് പുറത്തു തരും, ഉറപ്പല്ലേ? സൂറത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ ഓതിയാൽ നമുക്ക് ലൈലത്തുൽ ഖദ്ർ ലഭിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു 3 തവണ ഒന്ന് ഓതാം, മനസ്സറിഞ്ഞോതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംർ. سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. صدق الله العظيم. കരുണക്കടലായ റബ്ബേ, ഈ പരിശുദ്ധമായ സൂറത്ത് ഓതിയതിന്റെ ബറക്കത്ത് കൊണ്ട് ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ ലഭിക്കാത്ത ഹതഭാഗ്യരിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. പുണ്യ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളിൽ റമദാനിലെ എല്ലാ രാത്രിയിലും സൂറത്തുൽ ഫലക്ക്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് സൂറത്ത് ഓതി കഴിഞ്ഞാൽ അവർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 3 തവണ സൂറത്തുൽ ഫലക്കും കൂടെ ഓതാം. എല്ലാ ഷർറുകളിൽ നിന്നും കാവലാണ് അല്ലേ സൂറത്തുൽ ഫലക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس. صدق الله العظيم. الله സ്വീകരിക്കട്ടെ.
നമ്മൾ പറഞ്ഞു ശമഊനുൽ ഗാസി എന്ന് പറയുന്ന മഹാനെക്കുറിച്ച് മുത്തുനബി പഠിപ്പിച്ചു കൊടുക്കാൻ. 1000 മാസം അള്ളാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത മഹാൻ. 1000 മാസേ സ്വഹാബത്തിരുന്ന് കരയാണ്, നബിയെ ഞങ്ങൾക്കൊന്നും അത്ര കിട്ടൂലല്ലോ, നമുക്ക് വയസ്സ് കുറവല്ലേ നബിയെ, എന്തു ചെയ്യും? ജിബ്രീൽ ഇറങ്ങാൻ, ഈ പുണ്യം നിറഞ്ഞ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി നിങ്ങൾക്ക് കിട്ടിയാൽ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ശമഊനുൽ ഗാസി റഹിമഹുല്ല യുദ്ധം ചെയ്ത് നേടിയെടുത്ത ആ 1000 മാസം ഉണ്ടല്ലോ, അതിനേക്കാൾ മഹത്തരമാണ് ലൈലത്തുൽ ഖദർ നിങ്ങൾക്ക് കിട്ടിയാലെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുകയാ. മനസ്സറിഞ്ഞ് ചൊല്ലിക്കേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ്. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, പടച്ചവനെ, നിന്നെ സ്തുതിച്ചതിൻ്റെ ബറക്കത്തുകൊണ്ട്, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിയതിൻ്റെ ബറക്കത്തുകൊണ്ട് ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മനസ്സറിഞ്ഞൊരു തസ്ബീഹും കൂടെ നമുക്ക് ചൊല്ലിയാലോ? തസ്ബീഹിന് ഭയങ്കര ആനന്ദമാണെന്ന്. ഏറ്റവും നമുക്ക് നമ്മുടെ അർശിൻ്റെ തണലിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു സൗഭാഗ്യം കിട്ടുന്ന, അതുപോലെ നമ്മുടെ മീസാനിൽ ഭാരം കൂട്ടുന്ന ഒരു തസ്ബീഹ് ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്. അതിൽ ഹംദുണ്ട്, വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതിൽ അള്ളാഹുവിൻ്റെ മനോഹരമായ തൗഹീദിൻ്റെ കലിമത്തുണ്ട്, അല്ലാഹു അക്ബർ. എനിക്ക് ഏറ്റവും വലുത് അള്ളയാണെന്നുള്ള ബോധ്യമുണ്ട്. എല്ലാം കൂടെ നിൽക്കട്ടെ. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാ പരിശുദ്ധി അള്ളാഹ്ക്ക് മാത്രം, എനിക്കൊരു പരിശുദ്ധിയില്ല. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്തുതി അള്ളാഹ്ക്ക് മാത്രം, എനിക്കൊരു സ്തുതിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമേ എനിക്കുള്ളൂ, ആരാധനക്കാരൻ മാത്രമല്ല, എല്ലാം എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്. അള്ളാഹ് ഏറ്റവും വലിയവൻ തന്നെയാണ്, എനിക്ക് ഏറ്റവും വലുതാകണം. ഈ ദിക്ർ ചൊല്ലുമെങ്കിലും കൽബിൽ വേറൊന്നും വേണ്ട. മനസ്സറിഞ്ഞ് ചൊല്ലിക്ക്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ.
കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നിന്റെ ലിഖാഇന് കാരണമാക്കണേ അല്ലാഹ്. പിന്നെ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ, ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ലഭിക്കാൻ പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു അമലുണ്ട്. കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യാം. നല്ല നിയ്യത്തിൽ അല്ലാഹു അത് കബൂൽ ചെയ്യട്ടെ. മറ്റൊന്ന് സ്വലാത്ത് തന്നെയാണ്. മനസ്സറിഞ്ഞു ചൊല്ലിക്കേ. ലീ ശൗഖുൽ ലാ യദ്രീഹി إلا من يسكن فيه أبديه أو أخفيه هو ملك رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم أوقفت العمر عليه بمديح بين يديه فوضت الأمر إليه فاختر لي رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ومدحت بطيبة طه ودعوت بطه الله أن يحشرني أواها بلواء رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ووقفت على الأعتاب وبكيت له بالباب وبصفح دون عتاب قد جاد رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وشكوت إليه ذنوبي فاستغفر لي محبوبي ورجعت بدون عيوبي من عند رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وعلى العشاق تجلى أهلا بضيوف وسهلا ما قال لباق كلا يعتف رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നിന്റെ കാരുണ്യം നിമിത്തം നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പുണ്യ റമളാനിൽ ചൊല്ലേണ്ട മനോഹരമായ ദിക്റുകൾ മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. അവസാനത്തെ പത്തിൽ മനസ്സറിഞ്ഞ് നരകത്തിൽ നിന്ന് കാവൽ തേടേണ്ട സമയമാണല്ലേ. മനസ്സറിഞ്ഞ് ചൊല്ലിക്കേ. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اعتقني
من النار وأدخلني الجنة يا رب العالمين اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم اعتقني من النار وأدخلني الجنة يا رب العالمين നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണേ അല്ലാഹ് നിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് ഏറ്റവും വലിയ സ്വർഗ്ഗം ഏതാണ് ഏറ്റവും വലിയ സ്വർഗ്ഗം അത് സ്വർഗീയ സുഖങ്ങളെക്കാളുപരി അല്ലാഹ് എന്ന സ്വർഗ്ഗം തന്നെയാണ് അല്ലാഹനെ കാണലാണ് ഏറ്റവും വലിയ സ്വർഗ്ഗം യാ റബ്ബനാ ഈ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാഹ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ദിക്ർ ഏതാ? ആയിഷ ഉമ്മ ചോദിക്കണില്ലേ, മുത്തുനബിയെ ലൈലത്തുൽ ഖദർ ആണെന്ന് അറിഞ്ഞാൽ ഞാൻ ഏത് ദിക്ർ അധികരിപ്പിക്കേണ്ടത്? ഒരു 33 തവണ നമുക്ക് ചൊല്ലാം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, നീയാണ് പൊറുക്കുന്നവൻ, മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവൻ നീയാണ്, എനിക്ക് പുറത്ത് തന്നെയല്ല, നീ അല്ലാണ്ട് ആരും എനിക്ക് പൊറുക്കാനുള്ളത് ഇല്ലേ? മനസ്സറിഞ്ഞൊല്ലിക്ക് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി 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 അല്ലാഹുമ്മ ഇന്നക عفو تحب العفو فاعف عني اللهم إنك 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 عفو تحب العفو فاعف عني യാ റബ്ബനാ യാ റബ്ബനാ. പടച്ചവനെ, നിന്റെ കാരുണ്യം കൊണ്ട്, നിന്റെ സ്നേഹം കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹ് പൂർത്തീകരിക്കട്ടെ. മനസ്സറിഞ്ഞ് ദുആ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ൽ സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ്, നുസ്റ നൽകണേ അല്ലാഹ്, കാവലേകണേ അല്ലാഹ്. മുത്തായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത ഹതഭാഗ്യരിൽ പെടുത്തല്ലേ അല്ലാഹ്. യാ റബ്ബനാ, റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാഹ്. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കൽബിൽ ഒരുപാട് വേദനകളുണ്ട്. പടച്ചവനെ, കുടുംബത്തിലെ വേദനകൾ, മക്കളെ കുറിച്ചോർത്ത്, ആഖിറത്തെ കുറിച്ചോർത്ത്, ദുനിയാവിനെ കുറിച്ചോർത്ത് ഒരുപാട് വേദനകളുണ്ട്. എല്ലാ വേദനകളും നീ അകറ്റണേ തമ്പുരാനെ. നീ പാപമോചനം നൽകണേ അല്ലാ. നീ പുറത്തു തന്നില്ലെങ്കിൽ നിന്റെ നരകത്തിലെ വെണ്ണീറുകളാണ് അല്ലാ. കൈവെടിയല്ലേ അല്ലാ, ചേർത്തു പിടിക്കണേ അല്ലാ. നീ തടഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ലാ. നിന്റെ ഔലിയാഇന്റെ മദദ് നൽകണേ അല്ലാ. നിന്റെ ഔലിയാക്കളുടെ തിരുനോട്ടം നൽകണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമേകണയല്ല, ഇണക്കം നൽകണയല്ല, ജോലിയിൽ ബറക്കത്ത് ചെയ്യണയല്ല, ഹലാലായ ഞങ്ങൾക്ക് തികയുന്ന സന്തോഷം നിറഞ്ഞ ബറക്കത്തുള്ള വരുമാനം നൽകണയല്ല. ജോലി ചെയ്യുന്നവർക്കെല്ലാം നീ ഖൈർ നൽകണയല്ല. തൊഴിലില്ലാത്തവരുണ്ട്, ഖൈറായ തൊഴിൽ നൽകണയല്ല. ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ല. ഒരുപാട് മക്കൾ പലവിധ എക്സാമുകൾ എഴുതുന്നുണ്ട്. ഉന്നത വിജയം നൽകണയല്ല. ശോഭനമായ ഭാവി നൽകണയല്ല. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ, മക്കൾ ജയിക്കുവാൻ നിയ്യത്താക്കിയിട്ട് റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്. ഭർത്താവിന്റെ സ്വഭാവം നന്നാകാൻ ഹദിയ ചെയ്തവരുണ്ട്. മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ രോഗം മാറാൻ ഹദിയ ചെയ്തവരുണ്ട്. നാളെ പരലോകത്ത് അല്ലാഹനെ കാണാൻ, ലൈലത്തുൽ ഖദർ കിട്ടാൻ വേണ്ടി ഹദിയ ചെയ്തവരുണ്ട്. ഏത് ലക്ഷ്യത്തിലാണോ റിലീഫ് പദ്ധതിയിലൂടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നത്, ആ നിയ്യത്തുകളെല്ലാം നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട്. മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രീതിയിൽ തളർന്നു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധമായ നിന്റെ പുണ്യഭൂമിയിൽ വന്ന് കഅബാലയം തവാഫ് ചെയ്യാൻ, എല്ലാറ്റിലുമുപരി ലോകത്തിന്റെ നേതാവ് താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ ചാര വന്ന് നിൽക്കാൻ, മുത്തിന് സലാം പറയാൻ, മുത്താൽ സലാം അടക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ നിന്റെ ഔദാര്യം കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, ഖൈറായ ഭവനം നൽകണേ അല്ലാഹ്. പൊന്നുമക്കളെ കെട്ടിച്ചു വിടാൻ വഴിയില്ലാത്തവരുണ്ട്, എളുപ്പമാക്കണേ അല്ലാഹ്. കുടുംബജീവിതം ഖൈറിലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖബർ വെളിച്ചമാക്കണേ അല്ലാഹ്. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം അവർക്കും നൽകണേ അല്ലാഹ്. യാ റബ്ബനാ, എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. നീ തടയല്ലേ അല്ലാഹ്, നീ തടയല്ലേ അല്ലാഹ്. ഈമാനിന് ബലം നൽകണേ അല്ലാഹ്. ഈ ദുനിയാവിലെ ചൂട് പോലും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. നാളെ സൂര്യൻ തലക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുമ്പോ, പടച്ചവനെ, പെറ്റുമ്മ പോലും തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ഞങ്ങളുടെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്, ഞങ്ങളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പുകൾ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ കർമ്മങ്ങളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.